ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിമ്മി അനിൽ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു പൊറോട്ടയുടെ റെസിപ്പിയുമായിട്ടാണ്. വീറ്റ് പൊറോട്ട നമുക്ക് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് കാണിക്കുന്നത്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് ഒരു ബൗളിൽ നമ്മൾ ഒരു മുട്ട എടുക്കുക. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമുക്ക് പൊടിക്കൂടുള്ള ഉപ്പ് കൂട്ടി വേണം നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നെ അതിലേക്ക് ചേർക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂണ് ഓയിലാണ്, വെജിറ്റബിൾ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയും നമ്മൾ ചേർക്കുന്നത് ആവശ്യത്തിനുള്ള വെള്ളമാണ്. ഞാൻ 2 കപ്പ് ആട്ടപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. 2 കപ്പ് എന്ന് പറയുമ്പം ഏകദേശം 1/2 കിലോ ഉണ്ട്. അതിനുള്ള വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന പൊടിയുടെ ഓരോ ഡിഫറൻസ് ബ്രാൻഡ് ആയിരിക്കില്ലേ, അതിനനുസരിച്ച് നമ്മുടെ വെള്ളത്തിൻ്റെ അളവ് കൂടിയും കുറഞ്ഞും ഇരിക്കും. വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി അതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മളിതുപോലെ കുറേശ്ശെ ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്യാൻ പറ്റും കേട്ടോ. അത് ഇതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ച് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത്. ഇനി ബാക്കിയുള്ള പൊടികളോട് ചേർത്തിട്ട് നമുക്ക് നല്ലതായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പം ഞാൻ നമ്മുടെ മാവെല്ലാം കുഴച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. കണ്ടേ, ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ മാവിരിക്കാനായിട്ട്. ഒത്തിരി അങ്ങ് ടൈറ്റായി പോവല്ല, കുറച്ചൊരു ലൂസ് വേണം. ഇനി നമുക്കതൊരു ബോൾ പോലെ ആക്കണം. അത് നമ്മളിങ്ങനെ സൈഡിൽ നിന്ന് എടുത്തിട്ട് ഇതുപോലെ അകത്തോട്ടൊന്ന് മടക്കി കൊടുക്കാം. ഇതുപോലെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ബോളിൻ്റെ ഷേപ്പ് പോലെ കിട്ടും. ഒരു വലിയൊരു ബോൾ പോലെ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. ഇനി നമ്മളൊരു മുകളിലായിട്ട് സ്വല്പം ഒരു ഓയിലും കൂടെ തടവിയിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഫിലിം വെച്ചിട്ട് നമുക്കിത് കവർ ചെയ്യാം. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് അതൊന്ന് മയമായിട്ട് ഇരിക്കത്തുള്ളൂ. ഇപ്പം ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നനഞ്ഞൊരു തുണി വേണമെങ്കിലും ഇട്ട് മൂടി വയ്ക്കാവുന്നതാണ്. നമുക്കിനി ഏകദേശം ഇത് ഒരു 45 to 1 hour വരെ ഇതുപോലെ മൂടി വയ്ക്കാം. ഇപ്പോൾ ഒരു 1 hour കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ മാവ് നല്ല മയമായിട്ടുണ്ട്. കണ്ടോ, നമ്മളിതുപോലെ ഞെക്കി നോക്കുമ്പോൾ ഇങ്ങനെ കുഴിഞ്ഞു പോകും. നല്ല മയമായിട്ടുണ്ട്. ഇനി ഞാനതൊരു കൗണ്ടർ ടോപ്പിലോട്ട് മാറ്റിയേക്കാണ്. ഇനി നമുക്ക് ഇതിനെ മുറിച്ചെടുക്കാം. ഞാനിതിനെ 4 പോർഷനായിട്ട് ഇതുപോലെ മുറിച്ചെടുക്കുന്നുണ്ട്. ഈ കട്ട് ചെയ്തതിനെ നമുക്കിനി ഒന്നും കൂടെ ഡിവൈഡ് ചെയ്തെടുക്കാം. ഇതിങ്ങനെ ചെയ്യുന്നത് നമുക്ക് എളുപ്പമായിട്ട് നമ്മുടെ കയ്യിൽ നമ്മൾ ബോൾസ് പിടിക്കത്തില്ലേ, അപ്പോൾ അതിങ്ങനെ ഉരുട്ടി പിടിക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. കണ്ട്, ഇതുപോലെയാണ് നമ്മൾ പൊറോട്ടയുടെ ഓരോ ബോൾസും ഇതുപോലെയാണ് എടുക്കേണ്ടത്. ഏകദേശം ഒരു മീഡിയം വലിപ്പമുള്ള പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് അതിനനുസരിച്ചുള്ള വലിപ്പത്തിലുള്ള ബോൾസ് വേണം നമ്മൾ റെഡിയാക്കാനായിട്ട്. ഇനി ഒരു സ്വല്പം എണ്ണ തടവി കൊടുത്തതിന് ശേഷം അതെല്ലാം ഒന്ന് ഇതുപോലെ ഉരുട്ടിയെടുക്കുക. ഇതെല്ലാം ഞാൻ ഉരുളകളായിട്ട് പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1/2 മണിക്കൂർ ഇതുപോലെ മൂടി വയ്ക്കാം. ഇപ്പം 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഓരോന്നും എടുത്ത് നമ്മൾ പരത്തണം. ആദ്യം നമ്മൾ അതിൻ്റെ ഇതുപോലെ ഒന്ന് നീളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് പരത്തുക. അതിനുശേഷം നമ്മൾ ഈ സൈഡിലോട്ട് നല്ല നീളത്തിൽ പരത്തി കൊടുക്കുക. കണ്ടോ,
ഈ ഒരു ഷേപ്പിൽ വേണം നമ്മൾ പരത്തിയെടുക്കാനായിട്ട്. അതിനുശേഷം നമ്മൾ ആ പരത്തി വെച്ചിരിക്കുന്നതിലേക്ക് സ്വല്പം ഓയിൽ തടവി കൊടുക്കാം. ഇനി നമുക്കതിനെ ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു 6-7 ലെയറായിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്തേക്കുന്നത്. അതിനുശേഷം നമ്മൾ അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ എടുക്കാം. നമ്മൾ അന്നേരം അടിയിലൊന്ന് ഇതുപോലെ കൈ സപ്പോർട്ട് ചെയ്യണം, അതിങ്ങനെ പോന്നോളൂ. ഇനി അതിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചുറ്റിയെടുത്താൽ മതി. കണ്ടോ, ഇതുപോലെ നമ്മൾ റൗണ്ടിൽ ചുറ്റിയെടുത്ത് വയ്ക്കുക. ഇനി നമുക്ക് സെയിം ടൈമിൽ തന്നെ ഇതുപോലെ ആ ചപ്പാത്തിയുടെ റോൾ വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കാം. അതൊരു മീഡിയം വലുപ്പത്തിലുള്ള പൊറോട്ടയാണ് കിട്ടുന്നത്. ഇനി ഞാൻ ഒരെണ്ണം കൂടെ അതുപോലെ തന്നെ കാണിക്കാം. ഇതും അതുപോലെ തന്നെ പരത്തി എടുത്തിട്ടുണ്ട്. നമുക്കിനി അത് കട്ട് ചെയ്തെടുക്കണം. എണ്ണ തടവി കൊടുക്കാൻ മറന്നു പോകരുത്. നമ്മൾ പൊറോട്ടയ്ക്ക് കുറച്ച് എണ്ണ വേണം കേട്ടോ. ഇങ്ങനെ നമ്മൾ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ നമുക്ക് വീശി അടിക്കുകയോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അധികം ബുദ്ധിമുട്ടുമില്ല, എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇങ്ങനെ ചുരുട്ടി വെച്ചു കൊടുക്കാം. ആ ലാസ്റ്റ് പോർഷൻ അകത്തോട്ട് വേണം വെച്ചു കൊടുക്കാൻ എപ്പോഴും. ഇത് നമുക്കതുപോലെ തന്നെ പരത്തിയെടുക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് പൊറോട്ട ചുട്ടെടുക്കാം. പാൻ ചൂടായി വന്നിട്ടുണ്ട്. 2 പൊറോട്ട ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പുറത്തെ അടുപ്പിൽ മറ്റേ പൊറോട്ടയും ഇട്ടിട്ടുണ്ട്. ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് ബബിൾസ് വരുമ്പോഴത്തേക്കിന് നമ്മളിതുപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് എണ്ണ തേക്കണം. എന്നിട്ട് നമ്മളിതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചെടുക്കുക. അതുപോലെ ഈ പൊറോട്ട ചുട്ടെടുക്കുമ്പോൾ ഒരു മീഡിയം ടു ലോ ലെവലിൽ വേണം നമ്മൾ എപ്പോഴും ഫ്ലെയിം വെക്കാനായിട്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ പൊറോട്ട കട്ടിയായി പോകും. ഞാൻ മറ്റേ അടുപ്പിലെയും പൊറോട്ട ഇത് സെയിം ടൈമിൽ തന്നെ ചെയ്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എടുത്ത് മാറ്റാറായി കേട്ടോ. പണ്ട് പൊറോട്ട എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ, അടിക്കണം, കുഴയ്ക്കണം, അടിക്കണം, അങ്ങനത്തെ ഒരു ചിന്ത വരുമ്പോൾ തന്നെ നമ്മൾ ഉണ്ടാക്കാറില്ല. പക്ഷേ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കൂ, ഭയങ്കര ഈസിയാണ്. ഇനി നമുക്കിത് പൊറോട്ട അടിച്ചെടുക്കുവാണ്. അപ്പോൾ അതിന് സ്വല്പം എണ്ണ കയ്യിൽ തടവി കൊടുക്കുക. അപ്പം നമ്മുടെ കൈ പൊള്ളത്തില്ല, അതിനുവേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ചൂടോടുകൂടി തന്നെ വേണം നമ്മൾ പൊറോട്ട ഇതുപോലെ അടിച്ചെടുക്കാനായിട്ട്. ഇങ്ങനെ അടിച്ചെടുക്കുമ്പോഴാണ് നമുക്ക് ലെയറായിട്ട് പൊറോട്ട കിട്ടുകയുള്ളൂ. അങ്ങനെ അടിച്ചെടുത്ത പൊറോട്ട റെഡി ആയിരിക്കുകയാണ്. നല്ല അടിപൊളി പൊറോട്ടയാണ്, നല്ല ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ ഹെൽത്തിയാണ് കേട്ടോ. കണ്ടോ, ഇപ്പം ലെയറായിട്ട് ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്നില്ലേ? വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. 1/2 കിലോ മാവിന് ഏകദേശം നമുക്ക് ഒരു 12 പൊറോട്ട കിട്ടും, ഈ ഒരു മീഡിയം വലുപ്പത്തിലുള്ള പൊറോട്ട. അപ്പം ഞാനിവിടെ എനിക്കിവിടെ 13 പൊറോട്ട കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ ഇന്ന് ഞാൻ വെച്ചിരിക്കുന്നത് ചിക്കൻ കറിയാണ്. സാധാരണ പൊറോട്ടയുടെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് പൊറോട്ട ബീഫാണ് അല്ലേ. ഇന്ന് എനിക്കിവിടെ ചിക്കൻ കറിയാണ്. നമുക്കിനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ആരെങ്കിലും പുതിയതായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും, അത് ഇനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോഴാണ് ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. പൊറോട്ടയുടെ മുകളിലേക്ക് ഇതുപോലെ കറിയെല്ലാം ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല അടിപൊളി പൊറോട്ടയും കറിയാണ്. ഇനി നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും താങ്ക് യു.
ബൈ.